ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീടാകെ സുഗന്ധം പരത്തുന്ന ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ്. ചായ അത്ര ചില്ലറക്കാരനല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പല ടേസ്റ്റിലുള്ള ചായ ഉണ്ട്. നമ്മളൊരു പ്രത്യേക ഫ്ലേവറിലുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് ചായ ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ഒന്ന് ചതച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം മതി. 2 ഏലക്കായ, 2 കപ്പ് ചായക്ക് 2 ഏലക്കായ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഏലക്കായ. 2 ഗ്രാമ്പൂ, പിന്നെ കുരുമുളക്, അത് പൊട്ടിക്കൊന്നും വേണ്ട, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും നമ്മൾ ചായയിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടിക്കൊന്നും വേണ്ട, ഇഞ്ചിയും ഏലം മാത്രം ഒന്നും അങ്ങോട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുക. കൂടുതൽ സമയം വേണ്ട, ഒരു 30 സെക്കൻഡൊക്കെ തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇടുക, ഓരോരുത്തരുടെയും കടുപ്പത്തിനനുസരിച്ച്. ഞാൻ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. അത് തിളച്ചാൽ ഉടൻ തന്നെ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. 1 കപ്പ് വെള്ളം ആണ് ഒഴിച്ചത്, അതേ കപ്പിന് തന്നെ 1 കപ്പ് പാലും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചായക്കുള്ള കൂട്ടൊക്കെ എല്ലാം റെഡിയായി. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ, നമ്മൾ അറിയാലോ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം തിളയ്ക്കാൻ പാടില്ല. തിളച്ച് പൊങ്ങി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ നമ്മുടെ അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട്. ഈ ചായ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വീടാകെ നല്ലൊരു മണം വരും. ഉച്ചക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണരുമ്പോൾ കുടിക്കാൻ നല്ലൊരു ചായയാണ്. അതുപോലെ നമ്മൾ ബിരിയാണിയോ അങ്ങനത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാനും നല്ല ചായയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഈ ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കൽ കുടിച്ചാൽ പിന്നെ നമ്മൾ മറക്കൂല ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്